ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഫുൾ ഫേസ് ഓഫ് മേക്കപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ റീൽ ഷൂട്ട് ചെയ്യാൻ കുറേ നാളായില്ലേ റീൽസൊക്കെ എടുത്തിട്ടെന്ന് വിചാരിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇരിക്കട്ടെ, കഴുകിക്കളയേണ്ട, രാത്രി വരെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു വൈകുന്നേരമായിട്ടോ, വൈകുന്നേരം ഒരു 5:30 ആവാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈവനിങ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം 5 മണിക്കാണ് നമ്മൾ ലൂക്ക ഇവിടെ ഉണ്ട് കേട്ടോ. ലൂക്കയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. രാവിലെ ലൂക്ക ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈവനിങ് ഒരു 5:30 ആകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 5:30 ആയി. നമുക്ക് ഫസ്റ്റ് തിങ് നമുക്ക് ലൂക്കയ്ക്ക്, ഈ കുട്ടിക്ക് ഫുഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡിന്നർ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ലൂക്കാപ്പോ, വിശക്കുന്നുണ്ടോ? ഫുഡ് വേണോ? ഫുഡ് കഴിച്ചണോ? നമുക്ക് ഫുഡ് എന്ന് പറയുന്ന വാക്കറിയാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവന് ഞം കിട്ടാനുള്ളതാണെന്ന് അവനറിയാം. അപ്പം നമുക്ക് ലൂക്കയ്ക്കുള്ള ഫുഡ് എടുക്കാം. ലൂക്കേനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് നമ്മൾ അവൻ്റെ പെറ്റ് ഫുഡ്, അതായത് അവൻ്റെ ഡ്രൈ കിബിൾസ് തന്നെയാണ് കൊടുക്കാറ്. എപ്പോഴും അതിന് കൊടുക്കാതെ വേറെ എന്തെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കൊടുത്തുവിടുന്ന എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ ഡ്രൈ കിബിൾസ് അവന് കൊടുക്കുന്നത്. ദിവസത്തിൽ 2 നേരമാണ് ലൂക്ക ഫുഡ് കഴിക്കുന്നത്. ഒന്ന് രാവിലെ എണീറ്റ് ഒരു 8 മണിയാകുമ്പോൾ കഴിക്കും, പിന്നെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ കഴിക്കും. ഫ്രഷ് ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ പോരാ, അവർക്ക് വേണ്ട വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ വേണം. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ലൂക്കയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ച സോഫ്റ്റ് ഫുഡാണ് ആ മുകളിൽ ഒഴിച്ചത് കേട്ടോ. അത് ഞാൻ 2-3 പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ വെച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അവൻ്റെ ഡ്രൈ ഫുഡിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഒരു ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. രാവിലെ എണീറ്റാൽ ഞാൻ ഫസ്റ്റ് തിങ് ചെയ്യണ കാര്യമാണ് ഈ കർട്ടൻസ് ഒക്കെ തുറന്നിടും. അതുപോലെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം അങ്ങ് അടച്ചിടും. വീടിൻ്റെ ഉള്ളിൽ കാറ്റും വെളിച്ചമൊക്കെ കയറാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യപരിപാടിക്കൊക്കെ ആയിട്ട് ലൂക്ക പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ അവനെ പുറത്തേക്ക് വിടാം. അവനെ ബാക്ക് യാർഡിലോട്ടാണ് വിടാറ്. ഇതാണ് ഇപ്പോൾ ബാക്ക് യാർഡിൻ്റെ ഒക്കെ അവസ്ഥ. മഞ്ഞിൻ്റെ ഹൈറ്റ് കണ്ടോ? അത് ലൂക്ക മൂത്രമൊഴിച്ചേക്കണം കേട്ടോ. ഈ ഹൈറ്റിലാണ് ഇപ്പോൾ മഞ്ഞൊക്കെ. നല്ല തണുപ്പുണ്ട്. അവനാണെങ്കിൽ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ മഞ്ഞിലോട്ട് മൂക്കും കുത്തിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം അവനെ പുറത്താക്കിയിട്ട് ഉള്ളിൽ പോവാം. ഈ വൈകുന്നേര സമയങ്ങളിൽ ഞാൻ വീട്ടിലൊക്കെയുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ വിളക്ക് വയ്ക്കാറുണ്ട്. അത് ഞാൻ ഭയങ്കര റിലീജിയസ് ആയ ഒരാളൊന്നുമല്ല, പക്ഷെ ഞാൻ വീട്ടിൽ വിളക്ക് വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പം എന്നും വൈകിട്ട്, അതായത് വർഷങ്ങളായിട്ട് ഞാൻ വീട്ടിൽ നിന്നിരുന്ന സമയത്ത് എന്നും വൈകിട്ട് ഉള്ളൊരു കാര്യമാണ്, ഒരു 5:30-5:45 ആകുമ്പം ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുക. ആ സമയത്ത് അമ്മ വിളക്ക് വയ്ക്കും, ചന്ദനത്തിരി കത്തിച്ച് വെക്കും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ആ ചന്ദനത്തിരിയുടെ സ്മെല്ല്, ആ പാട്ട് കേൾക്കുന്ന ഒരു ഫീല്, അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലൈഫിൽ മിസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ അമ്പലം, പാട്ട്, ചന്ദനത്തിരിയുടെ സ്മെല്ല്. അപ്പം ഇതിലൊരു ഭക്തി റിലേറ്റഡ് അങ്ങനെയൊന്നുമല്ല. ഇത് ജസ്റ്റ് പ്യുവർലി ഇത് നൊസ്റ്റാൾജിക്കാണ് ഈ സാധനം. അപ്പോൾ ഹോം സിക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് വെക്കും, ചന്ദനത്തിരി കത്തിച്ച് വെക്കും. അപ്പോൾ ഇന്നും ഇപ്പോൾ സമയം 5:45 കഴിഞ്ഞു. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ കത്തിച്ച് വെക്കാറുണ്ട്. നമുക്ക് വിളക്ക് വയ്ക്കാം. അതിന് മുമ്പ് പുറത്തോട്ട് പോയതാൾ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡോറിൽ കിടന്ന് കൊട്ടുന്നുണ്ടായിരുന്നു. അവനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാം.
പറ്റില്ല. നമുക്ക് ആ ഫീൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ ഗൂഗിൾ, പ്ലേ ഹിന്ദു ഡിവോഷണൽ സോങ്സ് മലയാളം. Got it. Playing Hindu Bhakti Ganangal, Malayalam devotional songs, Hindu devotional songs Malayalam on YouTube Music. മീൻവയൽ ലൂക്ക അവിടെ എന്താണ് നശിപ്പിക്കണ്ടെന്ന് ആലോചിച്ചു കൊടുക്കാം. എന്ത് വേണം ലൂക്കയ്ക്ക്? എന്ത് വേണം? അടി വേണോ? അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താണ്? നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീഫ് സ്ട്രാഗനോഫ്. ഇന്ന് എൻ്റെ ആക്ച്വൽ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റേക്ക് ആൻഡ് പൊട്ടാറ്റോസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ സ്റ്റേക്ക് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ. ഞാൻ വിചാരിച്ചു സ്റ്റേക്ക് ആൻഡ് പൊട്ടാറ്റോസ് ആണ് ഞാൻ മിക്ക ദിവസവും ഡിന്നറായിട്ട് കുക്ക് ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ നമുക്ക്? അപ്പം ഞാൻ എങ്ങനെയാണ് റെസിപ്പീസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഞാൻ നോക്കും. എൻ്റെ കയ്യിൽ ഇപ്പം പാസ്ത ഇരിപ്പുണ്ട്, ഇവിടെ ബീഫ് ഇരിപ്പുണ്ട്, ക്രീം ഇരിപ്പുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക്, ഇല്ലെങ്കിൽ ബീഫും പാസ്തയും വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണെന്ന് ഒന്നെങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കും, അല്ലെങ്കിൽ ഞാൻ ChatGPT ചോദിക്കും. അപ്പോൾ രണ്ടിലൊന്ന് എനിക്ക് ഒരു ആൻസർ തരും. അപ്പോൾ ഇന്ന് ഞാൻ ബീഫും പാസ്തയും വെച്ച് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴാണ് ബീഫ് സ്ട്രാഗനോഫ് എന്ന് ഞാൻ കണ്ടത്. വേറെ എന്തോ ഒരു സാധനം ആവശ്യം ഉണ്ട്, പക്ഷെ അത് എൻ്റെ കയ്യിലില്ല. ബീഫ് ബ്രോത്ത് അത് എൻ്റെ കയ്യിലില്ല. പകരം എൻ്റെ കയ്യിൽ ചിക്കൻ ബ്രോത്ത് ഉണ്ടാക്കുന്നൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല അതൊരു ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തോ ഒരു സോസിൻ്റെ ആവശ്യമുണ്ട്, അതും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളൊരു പാസ്ത സെറ്റാക്കും. അതാണ് ഇന്നത്തെ കലാപരിപാടി. നമുക്കപ്പോൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ബീഫ് സ്റ്റേക്ക് പീസാണിത്, 2 സ്റ്റേക്ക് പീസ് ഉണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കട്ടിംഗ് ബോർഡും നൈഫും എടുത്താൽ ലൂക്കയ്ക്ക് പേടിയാണ്. എന്താ എനിക്കറിയില്ല, അവൻ ഈ നൈഫും കട്ടിംഗ് ബോർഡും കണ്ടപ്പോൾ എനിക്ക് പോകും. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കറുത്ത ഗ്ലൗസും കൂടെ ഇടണം, അപ്പോഴാണ് പേടി. അപ്പോൾ സ്റ്റേക്ക് നമുക്ക് ഒന്നെങ്കിൽ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സ്റ്റേക്ക്. ഞാനൊരു ബീഫ് ആരാധികയാണ് ഭയങ്കരമായിട്ട്. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റേക്കിൻ്റെ ഭയങ്കര ഫാനാണ്. അതും സ്റ്റേക്ക് ഞാൻ കഴിക്കുന്നത്, ഞാനിവിടെ കാനഡയിൽ വരുമ്പോഴല്ലേ, അതിന് മുമ്പ് സ്റ്റേക്ക് നാട്ടിൽ വെച്ചും കഴിച്ചിട്ടുണ്ട്. പക്ഷെ നാട്ടിലത്തെ സ്റ്റേക്ക് ഇവിടത്തെക്കാളും ഡിഫറെൻറ്റ്. എനിക്ക് ഇവിടുത്തെ സ്റ്റേക്കാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആ സ്റ്റേക്ക് കട്ട് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് വെൽഡൺ ആണ് അതിന് നമുക്ക് സ്റ്റേക്കിന് ഓരോ കുക്കിംഗ് അതിനിപ്പോൾ എന്താ പറയുക, അതായത് എത്ര കുക്കാവണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം ബീഫ് വെൽഡൺ ആവണോ, മീഡിയം വെല്ലാവണോ, അങ്ങനെ എത്രയോ കുക്കിംഗ് സംഭവമുണ്ട്. അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ വെൽഡൺ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മീഡിയം വെല്ലായി, മീഡിയമായി, മീഡിയം റെയറായി. ഇപ്പം ഞാൻ റെയറൊക്കെ കേട്ടോ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെയറും. മീഡിയം റെയറും ഓക്കെയാണ്. ചിലപ്പോൾ മീഡിയം റെയർ കഴിക്കും, ചിലപ്പോൾ റെയറാക്കും. എനിക്ക് എന്നിട്ടിങ്ങനെ സോഫ്റ്റായിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഭയങ്കര ഇഷ്ടം. ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ കുറച്ച് പിങ്ക് കളറായിട്ടുള്ള ബീഫ്, നമ്മളിങ്ങനെ റോ ബീഫാണോ കഴിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. പക്ഷെ അതങ്ങനെയാണ്, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഇങ്ങനത്തെ സ്ലൈസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക, കഴുകിയെടുക്കുക. കഴുകണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ബൂം ബാങ്ക് ചേട്ടൻ പറയുന്ന പോലെ. പക്ഷെ എന്നാലും കഴുകുന്നതുള്ളൂ. അതിനകത്ത് കുറച്ച് ബ്ലഡ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അത് ബ്ലഡാണോ എന്താണോ എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ സ്റ്റേക്ക് കഴുകാറില്ല, ഡയറക്റ്റ് കുക്ക് ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ സ്റ്റേക്കല്ല ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് കഴുകിയെടുത്തു. ഓക്കെ, ഡൺ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? നമുക്ക് കുറച്ച് മഷ്റൂംസ് വേണം. കട്ടിംഗ് ബോർഡ് കഴുകി അപ്പുറത്തെ സൈഡ് എടുത്തു.
വേറെ കത്തിയിട്ട് നമുക്ക് വെജീസ് കട്ട് ചെയ്യാം. മഷ്റൂം നമുക്ക് കുറച്ച് തിക്ക് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഗോകുല് വരുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൂക്ക ഡോറിൻ്റെ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അവന് ഇപ്പം സമയമൊക്കെ അറിയാം, ഒരാൾ എപ്പോൾ വരും എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അത് കാരണം വരുന്ന ടൈം ആകുമ്പോൾ അവിടെ പോയിരിക്കും. നമുക്കൊരു ഒനിയൻ വേണം. വൈറ്റ് ഒനിയൻ ആണ് ഞാൻ ആ വീഡിയോ കണ്ട പുള്ളിക്കാരി എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒനിയൻ എടുക്കാം. ഇനി നമുക്ക് 2 വെളുത്തുള്ളിയും കൂടെ ആവശ്യമുണ്ട്. ഇൻ ദ മീൻ ടൈം നമുക്ക് കുറച്ച് പാസ്ത വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സ്പഗേറ്റി ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഈ തവണ മേടിച്ചിട്ടുള്ളത് ഈ പാസ്തയാണ്. ഞാൻ ഈ തവണ മേടിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് എത്ര പാസ്ത ഇടണം എന്നുള്ള അളവില്ലേ, അതാണ് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. അത് എല്ലാത്തിലും അത് എത്ര അരി ഇടണം അങ്ങനത്തെ എല്ലാ കാര്യത്തിലും എനിക്ക് കൺഫ്യൂഷനാണ്. ഈ ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, മോഷ്ടിക്കാൻ മാത്രം പഠിച്ചില്ല എന്നൊക്കെ പറയണ പോലെയാണ് എൻ്റെ കാര്യം. ഗീത ടീച്ചറുടെ മോൾ എല്ലാം പഠിച്ചു, കുക്കിങ്ങിലെല്ലാം പഠിച്ചു, എല്ലാം കുക്ക് ചെയ്യാനറിയാം അടിപൊളിയായിട്ട്, മാസ്മരിക കുക്കിംഗ് എല്ലാം പഠിച്ചു. പക്ഷെ അളവ് മാത്രം പഠിച്ചില്ല. അതിന് എന്ന് പഠിക്കുമോ? ഞാൻ എത്ര തവണ ഓർമ്മിക്കാൻ ശ്രമിച്ചാലും ഞാൻ മറന്നു. 1 ഗ്ലാസ് അരി 2 പേർക്ക് 2 നേരം കഴിക്കാം എന്നൊരു കാൽക്കുലേഷനൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കും. ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ. എന്നാലും മറന്നു. അതെനിക്ക് തോന്നുന്നു തലയിൽ കയറാൻ ചാൻസ് ഇല്ല. ഇനി കണക്കിൽ പണ്ടേ വീക്കായിരുന്നു. ഇതിന് ബീഫ് സ്ട്രോഗനോഫ് എന്നാട്ടോ പറയണേ. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രാഗനോഫ് എന്ന് എന്തോ ആണ് ആദ്യം പറഞ്ഞത്. പക്ഷേ സ്ട്രോഗനോഫ് ആണ്. സ്ട്രോഗനോഫ് എന്ന് തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അറിയില്ല, സ്പെല്ലിംഗ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ബീഫ് ബ്രോത്ത് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബീഫ് സ്റ്റോക്ക് അത് ആണ് ശരിക്കും ഇതിൽ ഒഴിക്കേണ്ടത്. അതില്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ മറ്റേ നോറിൻ്റെ ചിക്കൻ ബൂലിയാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ സാധനമല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയണേ. ബൂലിയാൻ അതിൻ്റെ ക്യൂബ്സ് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യൂബ് വെച്ചിട്ട് അത്യാവശ്യം ഡൈല്യൂട്ട് ചെയ്തൊരു വെള്ളം പോലെ ഉണ്ടാക്കും. എന്നിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാറ്. ഞാൻ ഇതിന് മുമ്പും പാസ്ത ഉണ്ടാക്കിയപ്പം ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ഇത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. മീൻവൈൽ ലൂക്ക, ഹായ് എന്ത് വേണം? വന്നില്ലേ ഇതുവരെ? ഡോറിലേക്ക് തന്നെ നോക്കിക്കാണവൻ. ലൂക്ക ബേസിക്കലി ഒരു കൊഞ്ചിയ. നമ്മൾ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കാണ് ചെക്കനെ. പാവം കേട്ടോ. പക്ഷെ പാവം ഗോകുല് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ടോയൊക്കെ പിടിച്ച് കണ്ടോ, ടോയ് പിടിച്ച് ഡോറിലോട്ട് നോക്കിക്കുക. നമുക്ക് ഈ ഒരു സ്നേഹം വേറെ ഒരു മനുഷ്യൻ്റെയും കയ്യിൽ നിന്ന് കിട്ടില്ല. ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇൻ ദ മീൻ ടൈം നമുക്ക് നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാനിൽ ആദ്യമായിട്ടോ കുക്ക് ചെയ്യാൻ പോണത്. എന്താവുന്ന നോ ഐഡിയ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ എങ്ങനെയാണ് കുക്കായി വരുമ്പോൾ എന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് കുറച്ചധികം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ചൂടായിട്ടുണ്ട്. നമുക്ക് ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം. 1 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നൈസ്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കൊള്ളാലിത്. ഒരുമിച്ച് ഇടാതിരുന്ന എന്താന്ന് വെച്ചാൽ ഇത് ക്രൗഡഡ് ആയിട്ട് ഇട്ടാൽ ഇതിന് വെള്ളം ഇറങ്ങി ഒരുമാതിരി കുക്കായി പോകും. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പാൻ ഗ്രില്ലായി വരിക എന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഓരോ സൈഡും 1 മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് മതി. നമ്മുടെ ബീഫൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കാസ്റ്റ് അയൺ പാൻ ഇച്ചിരി ഓവർ ഹീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്.
നമുക്കിതിലേക്ക് ഇനി കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഇട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. സവാള അതുകൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ആ മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ. ഗോഗിലീസ് ഹോം. അങ്ങനെ മനസ്സിലായി. പൈസ പോയാ? ഗോകുല് വന്ന് കയറി പാടെ മഞ്ഞ് മാറ്റാൻ പോയി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ നിന്നുള്ള മഞ്ഞ് ഇങ്ങനെ തള്ളി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളി വയ്ക്കും അവർ. മനഃപൂർവ്വം വയ്ക്കുന്നതല്ല, അവരുടെ ജോലി ചെയ്യണതാണ്. പക്ഷെ സൈഡിലുള്ള മഞ്ഞ് ഇങ്ങനെ കുന്നുകൂടിക്കൂടി നമ്മുടെ വീട്ടിലെ വണ്ടി കയറുന്ന അവിടെ നല്ല ഹൈറ്റിൽ കിടക്കും. അപ്പോൾ വണ്ടികൾ കയറില്ല. അപ്പോൾ അത് കാരണം ആ ഫ്രണ്ടിലത്തെ മഞ്ഞ് മാറ്റാനായിട്ട് പോയേക്കാം ഗോകുല്. വിൻ്റർ ടൈമിൽ നമുക്ക് പിന്നെ വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. രാവിലെ മഞ്ഞ് വരാൻ നിന്നാൽ തന്നെ അന്നത്തേക്കുള്ള എല്ലാം സെറ്റ്. ഏകദേശം കുക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളിവിടെ കുക്ക് ചെയ്യണതിൻ്റെ നേരെ താഴെ വന്നിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ അടിയിലോട്ട് വീഴുമ്പം ക്യാച്ച് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മുടെ മഷ്റൂമും സവാള ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ബട്ടറിലും ആ സവാളയുടെ ഇതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവണം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. മൈദ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ബ്രോത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ ആ മൈദയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വരും. അങ്ങനെ ആ ഗ്രേവി തിക്കായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കും കേട്ടോ. വിപ്പിംഗ് ക്രീമോ ഹെവി ക്രീമോ ഹാഫ് ആൻഡ് ഹാഫോ ഏത് വേണേലും ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്നെസ് കിട്ടണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് കുറച്ച് സവർ ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട്, ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവർ ക്രീം ഒരു ടേബിൾ സ്പൂണൊക്കെ സവർ ക്രീം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഡീജോൺ മസ്റ്റേർഡ്. ഇത് മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ. ഇതും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഇതിൽ വേറെ എന്തോ ഒരു സോസും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അത് എൻ്റെ കയ്യിലില്ല. പക്ഷേ ബാക്കി ഇത്രയും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേസിക്കലി ഈ മിക്സ് ചെയ്ത ഈ സാധനത്തിനെയാണ് ബീഫ് സ്ട്രോഗനോഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാം, മാഷ് പൊട്ടറ്റോയുടെ കൂടെ കഴിക്കാം, പാസ്ത മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കാം. ശരിക്കും പറഞ്ഞാൽ പാസ്ത ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യില്ല. പാസ്ത നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഈ ഗ്രേവിയും ബീഫും കൂടെ അതിൻ്റെ മേളിലേക്ക് വെച്ച് മിക്സ് ചെയ്താണ് സാധാരണ കഴിക്കാറ്. പക്ഷെ ഞാൻ പാസ്ത ഇതിലേക്കിട്ട് മിക്സ് ചെയ്തേ ഉള്ളൂ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ അലങ്കോലമായിട്ട് കിച്ചൺ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഞാൻ ഒരേ സമയത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പാസ്ത എല്ലാം കുക്കായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടുകയാണ്. ദിസ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. ശരിക്കും പാസ്ത അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ പാസ്തയാണ് കൂടുതലും ഉണ്ടാക്കാറ്. പക്ഷേ ബീഫായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് എനിക്ക് സ്റ്റേക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് മാത്രമല്ല ഗോകുലിന് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാസ്തയൊക്കെ കഴിച്ചു. കുറച്ച് ഞാൻ ടി വിയൊക്കെ കണ്ടു. നമ്മൾ എന്തെങ്കിലും ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പഴയ സിനിമയൊക്കെ ടി വിയിൽ ഇടും കേട്ടോ. അങ്ങനെ ഹാപ്പിയായി അടിപൊളിയായി ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഇനിയപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.